കണ്ടാടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അമ്മിക്കൊക്കെ ചെയ്തിട്ടോ അല്ല ഓ സൂപ്പർ സൂപ്പർ കണ്ട നീ വെച്ചാണ് ഓ എന്റെ മോനെ യോ ഗായ്സ് വെൽക്കം ടു അനദർ അടിപൊളി വ്ലോഗ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. വേറെ ആരുടെയല്ല, നമ്മുടെ ക്യാമറമാൻ ചേട്ടായുടെ ആണ് കല്യാണം. അപ്പൊ അതിന്റെ എൻഗേജ്മെന്റ് ആണ് വരുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഇന്ന് ഫേഷ്യലും കുറച്ച് പരിപാടികളാണ്. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് വന്ന വഴിയാണ് ഞങ്ങൾ. സോ നമ്മളിപ്പോ എന്തായാലും ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവാണ്. മിന്നു ഇല്ല, മിന്നുവിന്റെ ഒരു കുറവുണ്ട്. മിന്നു ഇന്ന് ഈവനിങ് വരുന്നതായിരിക്കും. അപ്പൊ മിന്നുവിനെ നാളെ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളെന്തായാലും കല്യാണ വ്ലോഗിന്റെ ഒരു പാർട്ട് സ്റ്റാർട്ട് ചെയ്ത് പാർട്ട് 1 എന്ന് കൂട്ടായത്. അതെ പാർട്ട് 1 ആയിട്ട് കൂട്ടാം. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. കാരണം ഫേഷ്യലാണ്, നമ്മൾ ആരും ഇതുവരെ ഫേഷ്യൽ ചെയ്തിട്ടില്ല. എന്താകും എങ്ങനെയാവും ഒന്നും അറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും സിൽവർ ബെൽസ് എത്തിയിരിക്കുകയാണ്. സിൽവർ ബെൽസ് നമ്മുടെ ജോയിച്ചാണ് സിൽവർ ബെൽസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതെവിടെയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് സിൽവർ ബെൽസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മളെന്തായാലും അതോട് കയറിയിട്ട് എന്താണ് ഈ സംഭവം, ഫേഷ്യൽ എന്താണ്, ഈ സംഭവങ്ങളൊന്നും നമുക്ക് ഇതുവരെ അറിയത്തില്ല എന്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ സംഭവം. കഥ നയിക്കാൻ ഇതാ ഫോൺ വിളിച്ചോട്ട് കയറുകയാണ്. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്, എന്താകും മുരുക. അപ്പൊ ഹെയർ കട്ടിന് വേണ്ടി പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി നമ്മൾ മോഡൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും അറിയാനില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഹെയർ കട്ടിനെ പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടോ നാസിം അലി, ഉത്തർപ്രദേശ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് അല്ല ഇല്ല, മൊത്തം എടുത്തേക്കാണ്. അപ്പൊ നമുക്ക് മിന്നുവിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. മിന്നു നമ്മൾ പറഞ്ഞു തന്ന പോലെ മിന്നു വന്നിട്ടുണ്ട്. നമ്മൾ മിന്നുവിൻ്റെ കൂടെ അടുത്ത സ്ഥലം തെറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇതാ മിന്നുവിന് അവിടെ വണ്ടി ഇടിച്ചാനൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഇപ്പോൾ വണ്ടി ഇടിച്ചാൽ. അപ്പം മിന്നുവിനെ കൊണ്ട് നമ്മൾ അപ്പോൾ അടുത്ത കടയിലേക്ക് കയറാൻ പോവുകയാണ്. മിന്നു ഇങ്ങനെ ഓരോ ദിവസം മിന്നു ഷോപ്പിംഗ് ആണ് അല്ലേ മിന്നു? മിന്നുവിന്റെ പ്രേഷർ പറയുവിൻ, മിന്നുവിന്റെ പ്രേഷർ കമന്റ് ഇടുക. മിന്നുവിന്റെ ഈ ഷോപ്പിംഗ് ക്രേസിനെ കുറിച്ചുള്ള അയ്യോ അതെ, അതാണ് വേറെ പ്രശ്നം. മിന്നുക്കൂട്ടി ഇങ്ങനെ വരും, ഒന്നും എടുക്കത്തില്ല. അതാണ് മിന്നുവിന്റെ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ എന്തായാലും തെക്കേക്കരയിൽ വന്നിരിക്കുകയാണ് ഏറ്റുമാനൂര്. ഇന്നെങ്കിലും മിന്നു കിട്ടോ, മിന്നുനെ ക്രോസ് ചെയ്യാം. ബാബാ മിന്നുവിന്റെ വഴി ക്രോസ് ചെയ്യാൻ പേടിയാണ്. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യട്ടെ. മിന്നുവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ചെരുപ്പെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ ഒന്നിനെ പറ്റി ഒരു അഭിപ്രായമില്ല. ഒന്നും വേണം കേട്ടോ. ഇതും കൊള്ളാം സാധനം കൊള്ളാം. ഇവൾക്ക് പ്രത്യേകിച്ച് ഒന്നിനെ പറ്റി അഭിപ്രായം. അടുത്ത പൊക്കാണ് അവളുടെ പ്രശ്നം. അതിന്റെ വലിയ സൈസ് പോയി കാണാം. ഇപ്പം കണ്ടോ, ഇപ്പം മിന്നത്താ കിടക്കും. ഇവളിങ്ങനെ എല്ലാ ദിവസവും ഓരോ പരിപാടിയായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും എടുക്കത്തില്ല. അതാണ് ഇവിടെ പ്രത്യേകത. ഞങ്ങൾ എത്ര കടയ്ക്ക് ഇവർ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് പോയിട്ട് ഫുൾ കട കയറിയിട്ട് ഒന്നും മേടിച്ചില്ല. വിളിക്കുന്നു കേട്ടോ. ഇടുക്കടി നമ്മുടെ ചേട്ടാ ഇവിടെ ഫേഷ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ വിളിച്ചേ ഉള്ളൂ. ഫേഷ്യൽ തുടങ്ങി, എന്താവും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താകുമോ ക്യാഷ് ബാക്കാണ്. നടന്നു നോക്കിയാണ് കേസ്. മിന്നു നടന്നിട്ട് എങ്ങനെയുണ്ട്? ഓരോ ആർഭാടങ്ങള്. കല്യാണമായി ഇത്ര ആർഭാടമൊക്കെ വേണല്ലേ എന്നെ മിന്നു? അതെ, നീ എന്നെ പറഞ്ഞ കേട്ടില്ല. സൈസാണോ? സൈസാണോ എടുക്കാം. ബൈ. എന്റെ സൈസ് ഉണ്ടോ? അഭിമാന നിമിഷമാണ് ഗൈസ്. ഇങ്ങനൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അത് വേണ്ട, ഇച്ചിരി ഫാൻസി വേണം. മോനെ മിന്നുവിന് പറഞ്ഞ ഇഷ്ടപ്പെട്ടെന്നോ? കറക്റ്റ് സൈസാണോ? മിന്നു നിനക്കെന്നല്ലോ
കംഫർട്ട്നെസ് അല്ലാത്ത ഫീൽ ചെയ്യുന്നുള്ള പറഞ്ഞോളൂ. ഇപ്പൊ നമുക്ക് സെറ്റ് ചെയ്യും. ആണോ? അങ്ങനെയാണ് മിന്നു പറയുന്നത്. ഓ, മിന്നു പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്നോ? നമ്മൾ ചെരുപ്പ് അടിച്ചിട്ട് മിന്നു ചെരുപ്പ് ഉള്ള ചെരുപ്പോടെ ഇട്ടിട്ട് പോകും. എടുക്കാൻ മറന്നു പോയിട്ട് രംഗമാണ് നമ്മളിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. മിന്നു സമ്മതിച്ചോ. നമ്മൾ 2 വീക്കായിട്ട് നടന്നിട്ട് 2 അല്ല, ഇപ്പൊ ആദ്യമായിട്ടാണ് മിന്നിന് ഒരു ചെരുപ്പ് ഇട്ടിരിക്കുന്നത്. ഇത് ചരിത്ര നിമിഷമാണ്. അയ്യോ അല്ല, ഞാൻ പൊളിക്കാണ് ഇവിടെ. ഇതുവരെ ഒരു സാധനം ഞാൻ ആത്മാർത്ഥമായിട്ട് ചെരുപ്പ് എടുക്കാൻ കൂടി നിന്നാ. ഇതുവരെ ഞാൻ ആത്മാർത്ഥ, കാരണം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഓ, അപ്പൊ നമ്മൾ എന്തായാലും സാധനം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ചേട്ടൻ എടുത്തോണ്ട് പോവാണ്. ചേട്ടൻ അവിടെ ഫേഷ്യൽ ചെയ്ത് ഫുൾ ക്രീമൊക്കെ ഇട്ട് നിൽക്കാൻ വിളിച്ചിട്ടുണ്ട്. അത് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് അവൻ്റെ എടുത്തോട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ, എൻ്റെ പൊന്നെ മിന്നു ചെയ്യുന്നുണ്ടോ? മിന്നു ഇവിടെ വേദന ഉണ്ടോടാ? ഇല്ലല്ലേ? എന്തായാലും നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. ഗൈസ്, നമ്മളൊരു ത്രസിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. ഹായ് സിംഹാൻ, വേദന എടുക്കുന്നോ? എടാ വേദന എടുക്കുന്നുണ്ടാ? പൊള്ളുന്നുണ്ടോടാ? പിന്നോ നിനക്ക് വീടിന്റെ കൂടി ആണോ? അപ്പം വേന എടുക്കോ? അയ്യോ, കമ്മല് മാറ്റണോ? എന്നാ മാറ്റ് ഗൈസ്. മിന്നു ഒറ്റ മൈൻഡിൽ ഫേഷ്യൽ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതാ മിന്നു ഓർണമെന്റ്സ് റിമൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഞാൻ വീഡിയോ വരുമ്പോ നീ നിനക്ക് കാണാൻ പറ്റും. നല്ല കട്ടിയാവണ കട്ടിയുണ്ട്. ഗൈസ്, നമ്മളിപ്പോ മുടി വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ജിബിൻ സാറ് മുടി വെട്ടുന്നുണ്ട് ഗൈസ്. നമ്മൾ താടി ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇവനെ കണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടോ താടി ഇവിടെ ഷേപ്പ് ചെയ്യുന്നത്. അതപ്പം ചേട്ടായിക്ക് എന്നെ കളിയാക്കും. അത് നമ്മളല്ലേ ഇത് സീറ്റായിരുന്നു താടി ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു അഭിമാന നിമിഷം. ഞാൻ ആദ്യമായിട്ടോ. നീ കഴിഞ്ഞ ആദ്യം ചെയ്തത്? ആ, ഞാൻ ആദ്യമായിട്ടാ. കൊള്ളാം ഗൈസ്. എന്ത് പരിപാടി ഉണ്ടല്ലേ ഈ മനുഷ്യന്റെ അടുത്തൊന്നും മുടി സെറ്റ് ചെയ്തില്ലേ ഒരു സമാധാനം ഇല്ല. ബംഗാളികൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത്ര സെറ്റല്ല, നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ശരി. അതാണ് ചേട്ടായൊക്കെ ഹൈടെക് ആയിട്ട് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഹെഡാണ് നമ്മൾ ഹൈടെക്. എന്തായാലും ഇറക്കറ പരിപാടികൾ തീർന്നിരിക്കുകയാണ്. ഇനി അവൻ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് എന്തായാലും അവനെ പോയി ഒന്ന് കാണാം. ബുകയും നമ്മുടെ മിന്നു ഇതാ ഫേഷ്യലിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാറ്റമുണ്ട്. യോ എന്നെ സീനമിന് നിന്നെ കാണാൻ. ചേട്ടായും ഇതാ എന്തോ ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്തിരിക്കുകയാണ്? ഓ ചേട്ടാ, തിരി ഗ്ലോ, ഫേസ് ഗ്ലോ ഒക്കെ ഉണ്ടോ? ഓ ചേട്ടാ കല്യാണ ചെക്കൻ ലുക്കായിട്ടോ. എന്റെ മോനെ എന്നെ അഴകാ. ഇവിടെ ഇപ്പൊ നല്ല ലുക്കൊക്കെ ഉണ്ടോ? എന്റെ ദൈവ, എന്റെ ചേട്ടാണ് ഗ്ലോ ഉണ്ടോ? പപ്പാടെ റിയാക്ട് ആണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് കല്യാണ ചെക്കൻ ലുക്ക് നോക്കാ. പിന്നൊക്കെ സെറ്റായി. അയ്യോ എന്റെയൊക്കെയാണ്. ഓ മിന്നുകുട്ടി ഐ ഹീൽസ് ഇട്ടതിന്റെ സന്തോഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓ മമ്മി ആരെ യൂട്യൂബിന്റെ ആരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ മമ്മി അവരോട്. ആ കുഞ്ഞമ്മയോടും പ്രത്യേക സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഗൈസ്, പപ്പാടെ ചെരുപ്പാണ് നമ്മൾ. പപ്പ ചെരുപ്പ് എന്നിട്ട് അപ്പൊ കാണണ്ടേ? ഞാൻ കണ്ടില്ല, അവിടെ ചെരുപ്പ് കണ്ടില്ല. കാണുക ചെരുപ്പാണിക്ക്. ഗൈസ്, ഇതാണ് പപ്പ കല്യാണത്തിനാണ് നമ്മുടെ ചെരുപ്പ്. ഓ എടാ ഇത് കൊള്ളാണോ? ഈ ചെരുപ്പിന് ഇത് പപ്പ തന്നെയല്ലേ പോയെടുത്ത്? രണ്ടിന് പറഞ്ഞു പപ്പായ്ക്ക് ഇഷ്ടപ്പെടാൻ തന്നെ ഉള്ളേ. പപ്പ എന്റെ ചെരുപ്പ് പോയി എടുത്ത്. അതാ എടുക്കണ്ടായിരുന്നല്ലോ. മോളുടെ ഇതാ ചെരുപ്പിട്ട് സ്റ്റൈൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കളർ എനിക്കും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഡാർക്കായി പോയി. പപ്പ ചോദിക്കും എന്നോട് കാര്യം തന്നെ വെച്ചേക്കുന്നതെന്ന്. കൊള്ളാം, സൂപ്പർ. അമ്മേ ഫേഷ്യൽ ആയിട്ട് എങ്ങനെയാണ് ചേട്ടായി?
എടാ ഗ്ലോ ഒക്കെ ഉണ്ടോ ഇവിടെ ഗ്ലേസിംഗ് ഒക്കെ ഇടുന്നുണ്ട് ഇവിടെയൊക്കെ ഗ്ലേസ് ചെയ്യുന്നു ഏതുണ്ട് ചീ വെള്ളം ഇതായില്ലേ കപ്പായില്ലേ കണ്ടാടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ അയ്യോ മമ്മി ഒന്ന് വെച്ചോക്കേ അമ്മ ഒന്ന് വെച്ചോക്കേ ഒന്ന് വെക്ക് മമ്മി അല്ല അത് ഊരിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെയുള്ളതുണ്ടോ കേട്ടോ അമ്മയ്ക്കൊക്കെ ചെയ്തു കേട്ടോ അല്ല ഓ സൂപ്പർ സൂപ്പർ ആ ശരി ആ അമ്മച്ചി സെറ്റപ്പെട്ട് ഭീഷ്മയ്ക്കത് അമ്മച്ചി ആ കണ്ട നീ വെച്ച കണ്ട് ഓ എന്റെ മോനെ ഓ എനിക്ക് വയ്യ അപ്പം ഗായ്സ് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ മുതൽ ഉള്ള വ്ലോഗിൽ കാണാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ള അപ്പം ബൈ ബൈ ഗായ്സ് മോന് മോന് എണീക്കടാ സെറ്റ് ചെയ്യണ്ടേ വാ ക്യാമറ 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 ആക്ടിങ് ആക്ടിങ് ചാടി എണീക്ക് Hi guys, welcome back to the day 2 of the preparation vlog. ചാടി നിക്ക് എടാ എണീക്കടാ സമയം 9 മണിയാണാ എടാ എണീക്കടാ അറിയോ 8 മണിയോ 9 മണി ഓക്കെ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കാൻ പോകണം നാളെ ഒത്തുകല്യാണാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കണം ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഭയങ്കര അലങ്കോലപ്പെട്ടാണ് സോ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാം ഓക്കെ ഗൈസ് അപ്പോൾ മമ്മി ഇന്ന് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് മക്കളെ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണിത് കൊള്ളാം കൊള്ളാം എന്തായാലും രാവിലെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പരിപാടികൾ തുടങ്ങാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ അവസാനം പറയുന്നത് ഗായ്സ് നമുക്ക് അപ്പം പറ്റി 3 കിടക്കാം എന്തായാലും നോണായിട്ട് ഇരിക്കാനുള്ളതേ അല്ല അമ്മേ കുറച്ച് പോർക്ക് കിട്ടാൻ ഇങ്ങോട്ട് ചിക്കൻ ഫ്രൈ വേണ്ട കാരണം ഫ്രൈ ആയിട്ട് നമുക്ക് ചിക്കൻ പോർക്ക് ആയിക്കോട്ടെ അങ്ങയുടെ എല്ലാം ആയിക്കോട്ടെ കുറയ്ക്കണ്ട അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമുക്കിത് കഴിക്കാനുള്ളത് ഇവിടെ കഴിപ്പ് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ 2 മടക്കി എന്നാ പിന്നെ കഴിച്ചിട്ട് ബാക്കി മടക്കാല്ലേ മുഴുവൻ മടക്ക് അക്കടി ആണോ അമ്മ എന്റെ പൊന്ന് അവിടെ മൊത്തം എടി മിന്നു ഇത്രയും കൂടി ഇല്ല നിനക്ക് അങ്ങ് മടക്കി വെച്ചിട്ട് വന്നാ പോരെ കമോൺ ഞങ്ങള് കഴിക്കുന്നില്ല നീ മടക്കി വെച്ചിട്ട് പാടി എടി ഇത്ര മടക്കാൻ എന്നെ നേരം വേണം എടാ എന്നെ എടാ നിന്നെ മടക്കി ആ നിന്നെ മടക്കടി പപ്പ പറയുമ്പോ അനുസരിക്കുന്ന ഒരു മോള് എന്റെ മിന്നു ചിക്കൻ അന്നത്തെ ചിക്കനാണ് ചിക്കൻ എല്ലാവരും മിന്നു എടുത്തോണ്ട് മിന്നു ചിക്കൻ പിന്നെയും പോയി നമ്മളപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മളപ്പോൾ ഇന്ന് ക്ലീനിങ് ആദ്യമേ തന്നെ എൻ്റെ റൂം ക്ലീൻ ചെയ്ത് തുടങ്ങാം. ഇതൊക്കെ എന്താണെന്നുള്ള എനിക്കത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പാർഷ്യലി ഞാൻ വെക്കേറ്റഡ് ആയിരിക്കുകയാണ്. സോ തുണികളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യമേ തന്നെ ഇത് ക്ലീൻ ആക്കി തുടങ്ങാം. ഓക്കെ
ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കൊണ്ട തള്ളുന്ന ഒരു സ്ഥലമില്ലേ, അതാണ് ഈ സ്ഥലം. ഇവിടെ നമ്മൾ തുണികൾ കൊണ്ട് തള്ളും, പിന്നെ എന്തെല്ലാം സാധനം നമുക്ക് വേണ്ട എന്ന് തോന്നുന്നു അതെല്ലാം അവിടെ കൊണ്ട് തള്ളും. പിന്നെ നമ്മുടെ തുണി തേക്കുന്ന മുറികൾ, അങ്ങനെ ഒരു മുറി എല്ലായിടത്തും കാണുമല്ലോ. ഇവിടെ ഇച്ചിരി വലിയ മുറിയാണ്, ഒരു ഡെഡിക്കേറ്റഡ് മുറി തന്നെ അതിന് വേണ്ടി നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കൊടുത്തിട്ടുണ്ട്. ലേശം വരും, അതാണ് ഇതിന്റെ പ്രശ്നം തന്നെ. അപ്പോൾ ഒരു വിധത്തിൽ ഇത്രയും സാധനം സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മിന്നോടെ ചുമ്മാ വെറുതെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. വന്ന് ചിരിക്ക്. ആ വന്നോളെ. ഓ ഗ്ലോ ഗ്ലോ എന്നടാ. അപ്പോൾ ഇതാണ് നമ്മൾ റൂം ക്ലീൻ ആക്കപ്പെട്ടിരിക്കുന്നു. കൊള്ളാം. ഊഹ് എങ്ങനെ കിടന്നാലേ. ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് വീഡിയോ ഫുൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചാക്ക്. ആ വീട്ടിൽ അരി അല്ലെങ്കിൽ അരിയല്ല നെല്ല് വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാക്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ബൈ പപ്പ. സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. രാമ ചേച്ചിയാണ്. രാമ ചേച്ചി അവിടെ അടിച്ചോണ്ടിരിക്കുന്നു. കൊള്ളാം. സെറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട് ഫുള്ള് പെയിന്റ് അടിച്ചിരിക്കുന്നു. യെസ് കണ്ടല്ലോ, വീട് മുഴുവൻ പെയിന്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഇന്ന് കഴുകാൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. നാളെ ഇതാണ് നമ്മൾ കല്യാണ വണ്ടി. നമ്മളെല്ലാവരും കല്യാണ വണ്ടി നമ്മുടെ വണ്ടി തന്നെ, അതാണ് അതിൻ്റെ ഒരു അന്തസ്. BMW ബെൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബെൻസ് മേടിച്ചിട്ട് നമുക്ക് പോവാം. അതാണ് അതിൻ്റെ സ്വന്തം വണ്ടി പോകണതിൻ്റെ ഒരു സുഖം. അത് വേറെ ഒന്നാണ്. ബെൻസ് ആണെങ്കിലും മേടിച്ചിട്ട് പോകണമാണ് അതിൻ്റെ ഒരു രസം. അപ്പം ഓരോ പണികളായിട്ട് ഓരോരോ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് അതുപോലെ ഗൈസ് നിങ്ങൾ അറിഞ്ഞിരുന്നോ, ഞാൻ വീട്ടിൽ ഒരു 5 കിലോവാട്ടിൻ്റെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സോളാർ റിലേറ്റഡ് വീഗാൻ്റെ സോളാറാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. യെസ് ഗൈസ്, നമുക്കിപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് പരിപാടിയാണ്. ഇതിൻ്റെ ചായക്കകത്ത് മേളിൽ പുകയൊക്കെ ചൂടിലാണ്. വെരി ഗുഡ് ഗൈസ്. അപ്പം ചായ കുടിച്ചതിൻ്റെ പുറകെ മാംഗോ ജ്യൂസുമായിട്ട് നമ്മുടെ മാതാശ്രീ വന്നിരിക്കുകയാണ്. മമ്മി എന്താണ് പണികളൊക്കെ കഴിഞ്ഞോ? മമ്മി കഴിഞ്ഞു. ഓ മമ്മി ഇതാ നാളത്തെ പരിപാടിക്ക് വേണ്ടി അത്യധികം സന്തോഷത്തോടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ മോനെ മമ്മി 2 ദിവസമായി മാല ഇട്ടുകൊണ്ട് നിൽക്കാന്നുണ്ട്. മമ്മി നാളത്തേന് വേണ്ടി റിഹേഴ്സൽ 2 ദിവസമായിട്ട് മാലയിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മിന്നുവിന് നാളെ ഇടാനുള്ള ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ അവൾ ഏറ്റുമാനൂർ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇടാനുള്ള വ്ലോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, എൻ്റെ പൊന്നുണ്ടല്ലോ, പൊന്നിന് ഈ അവസാന നിമിഷങ്ങളിൽ മാത്രമേ ഇങ്ങനെ അങ്ങോട്ട് ഫോം ആകത്തുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ. നാളെ ഇപ്പം തന്നെ ഇപ്പോൾ ഓൾറെഡി എനിക്കത് ഇപ്പം എത്ര മണി 1 മണിയായെന്ന് തോന്നുന്നു. 1 മണി കഴിഞ്ഞു, 1:30 കഴിഞ്ഞ്. നാളെ രാവിലെ ഫംഗ്ഷനാണ്. ഇതിനിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. ഓർക്കണം. കല്യാണ വീട്ടിലെ ഓരോ അലമ്പുകളാണ് ഗൈസ് ഇപ്പൊ നമ്മൾ കണ്ടത്. നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞത് ചായ കുടിയിലെത്തി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നെ പിന്നെ ചായ കുടിച്ച മമ്മിക്ക് ബൗസ് മേടിച്ചു കൊടുക്കട്ടെ. ഓക്കെ, നമ്മളെന്തായാലും വളരെ അടിയന്തരമായിട്ട് മിന്നുവിന് മിന്നിന് അവസാന നിമിഷമുള്ള മിന്നിക്ക് പരിപാടികൾ എപ്പോഴും ഉള്ളതായതുകൊണ്ട് മിന്നുവിന് പോടി തയ്യൽക്കടയിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ഇന്നലെ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോ കാണാം. അയ്യോ ഏതായാലും പരിപാടി ഒന്നും ആയിട്ടില്ല. ഈ വണ്ടി ഇടാണ്ട് എല്ലാ പരിപാടിയും ഉണ്ട്. ഏതായാലും നമുക്ക് പോയി നോക്കാം. എല്ലാം ഇന്ന് തീർക്കണമെന്നാണ്. പിന്നെ 2 കല്യാണം ഉണ്ട്. കല്യാണത്തിന് വീഡിയോ എടുക്കാനും പോകാനുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും കുളമാകും. അപ്പൊ ഇന്നെല്ലാം നടത്തിയിരിക്കും. എനിക്കറിയാമല്ലോ ഗൈസ്. ഇന്ന് പിന്നെ അതുപോലെ ഞാൻ ഫേഷ്യലും ചെയ്യുന്നതായിരിക്കും. ഫേഷ്യലെല്ലാം എന്താണ് പേര് കിട്ടണ്ടേ? ഡീറ്റാൻ വെറൈറ്റി സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്തായാലും ഇന്ന് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നോക്കട്ടെ. ഓക്കെ, അങ്ങനെ മിന്നും ചേട്ടായും കൂടെ മിന്നുവിന് ഡ്രസ്സിൽ ചെറിയൊരു ഓൾട്രേഷൻ വന്നു. ഇതെടുക്കാൻ പോയി. പിന്നെ വളയൊക്കെ എടുക്കാൻ വേണ്ടി അവരിപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. മിന്നുവിനൂടെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമുക്ക് പാടാന്നല്ല, അവൾ നമ്മളിൽ ആശ്രിതമായിട്ട് നിൽക്കും. അതുകൊണ്ട് അവളെ തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്താകുമോ എന്തോ വളം മേടിക്കാൻ പോയിരിക്കുകയാണ്. നിങ്ങളിപ്പം കാണുന്നത് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു വിധത്തിൽ ക്യാമറ ഓപ്പൺ ചെയ്ത്
പ്ലാൻ സെറ്റ് ചെയ്തതാണ്. നിങ്ങൾ എന്താണ് കാണുന്ന പോലെ എനിക്കറിയില്ല. എന്തായാലും നന്നായിട്ട് നീറുന്നുണ്ട് ഗൈസ്. എന്താകുമോ എന്തോ. എന്നെക്കാണ് നല്ല രസമായി കണ്ണൊക്കെ അടച്ചു പിടിച്ച് വ്ലോഗ് എടുക്കുന്ന ഞാൻ. എന്താകുമോ എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് കാണാമായിരിക്കും. എനിക്കെന്തോ മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ ആ ഒരു നാച്ചുറലൊക്കെ പോയെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ ആളില്ല ഒന്നും പറയാനില്ല. ഒന്ന് കൊല വിളിച്ചു കളഞ്ഞു. എൻ്റെ കിളി പോയി കഴിച്ചു. അയ്യോ എന്ത് വേദന എടുത്തറിയോ. അയ്യോ ഇനിയല്ലാണ്ട് പരിപാടിക്കായില്ല. നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. മിന്നു പാത്രം കഴിക്കുകയാണ്. ഇനി നമുക്ക് മമ്മി എന്ത് പരിപാടിയെന്ന് നോക്കാം. മമ്മി എന്നാ ഇത്? മമ്മി അടിപൊളി പരിപാടി ആക്കി. ചിക്കൻ ബീഫല്ലേ, പോർക്ക് ഫ്രൈ. അമ്മ നാളത്തിന് വേണ്ടി എല്ലാം ഒരുങ്ങുകയാണ്. ഒരു അമ്മായിയമ്മയാകുന്നതിന്റെ ആദ്യ പടിയിലേക്ക് അമ്മ എത്തിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയണം മൈന. ഒരാളെയും കൂടെ നമ്മൾ വെൽക്കം ചെയ്യാനുള്ള ഒരു ഒരുക്കങ്ങളാണ് കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ച് അലങ്കോല പണികൾ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് കൂടെ നോക്കിയേക്കാം. അപ്പൊ വ്ളോഗ് എടുക്കുന്ന എന്താണോ ഇതിന്റെ നോക്കിയത്. ജിവിനിതാ ഇവിടെ നമ്മളെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് വാട്ടർ ലെവലാ. ഇവിടെ മൂഡ്. ജിവിൻ വിശ്വസാണോ. ജിവിന് ട്യൂബൊക്കെ ഒന്ന് വാട്ടർ ലെവലൊക്കെ പിടിച്ചേ വെക്കത്തുള്ളൂ. സീൻസാണ്. എന്നാൽ ട്യൂബ് സെറ്റ് ചെയ്യണം നമ്മുടെ റൂമില്. നമ്മൾ അടുത്ത അതിഥി നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് വരുന്ന നമ്മുടെ ഉണ്ണിയച്ഛൻ ഫ്രം ഇറ്റലി. കണ്ടോ നമ്മുടെ ഉണ്ണിയച്ഛൻ? ഇല്ല, ഉണ്ട് ഉണ്ണിയച്ഛൻ. അവിടെ വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഒരുക്കങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ലോകം ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടാണല്ലോ നമ്മള് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ടാ തോന്നുന്നത്. ഉണ്ട്, കണ്ടോ നോക്കട്ടോ. അമ്മ അച്ഛനെ പിടിച്ച് വ്ളോഗ് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നല്ലേ ഭക്തി നിർഭരമായിരിക്കുകയാണ് എന്റെ വ്ളോഗ്. അവിടെ മേളിൽ പണി തുടങ്ങിയാണ്. ആരത് കണ്ടല്ലോ, നമ്മുടെ വ്ളോഗ് അങ്ങനെ ധന്യമായിരിക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ബിക്കോസ് സുരാഗ് നമ്മുടെ പുതിയ അതിഥിയാണ് ഇന്നത്തെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. എന്റെ കല്യാണ ഒരുക്കത്തിന് മുന്നോടിയായിട്ടുള്ള വ്ളോഗും ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ബിക്കോസ് ഇന്നിപ്പോ അവസാനിപ്പിച്ചില്ലെങ്കിൽ പരിപാടി ഒന്നും തീരത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഫുട്ടേജ് മുഴുവൻ ലാപ്പിലോട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. ഇല്ല, സ്പേസ് കഴിയത്തില്ല. സോ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ കല്യാണ ചെറുക്കനാണ്, എൻഗേജ്മെന്റ് കല്യാണ ചെറുക്കാണ്. അപ്പൊ നാളെ പരിപാടി എല്ലാം അടിപൊളി ആകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ ഗായ്സ്.